നമസ്കാരം, ആരാധനയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ 500-ലധികം ആളുകൾ വീഡിയോ കണ്ടു. അഭിപ്രായങ്ങൾ കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ പങ്കുവച്ചു. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നത് തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ഒരു വെജിറ്റേറിയനായ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉള്ളൊരു കാര്യം, നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ഞാൻ ബസ്സിലാണെന്ന് പോകുന്നത്. ബസ് വന്നു. ഇവിടെ രാവിലെ 7 മണി കഴിഞ്ഞു. നല്ല തണുപ്പാണ്. ബസ് വന്നു. ബസ്സിലേക്ക് കയറി ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം. ഞാൻ എവിടെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ലണ്ടനിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ 12 മിനിറ്റ് ട്രാവൽ ചെയ്താൽ എത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ലിങ്കൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിവിടെ ഉള്ളത്. കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ സന്തോഷവും ആശ്ചര്യമൊക്കെ കണ്ടെത്താൻ ഉള്ള ഒരു പ്രകൃതമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും അത് എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇതേപോലെ ഇലകളൊക്കെ കൊഴിച്ച് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ടൗണിലേക്ക് എത്തുവാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ആകാംക്ഷ ഉണ്ടാക്കുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് ടൗണിലേക്കാണ്. ടൗണിൽ നമ്മളിവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ നടന്ന് പോകുന്നത് ലിങ്കണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഹൈ സ്ട്രീറ്റ് എന്ന് പറയും. ഈ ഹൈ സ്ട്രീറ്റിൽ വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഷോപ്പുകളും ഉള്ള സ്ഥലമാണ് ഈ ഹൈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ സന്തോഷത്തിന് കാരണമായ കാര്യം ഇതാണ്. ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കൊണ്ടുവന്നത്. ഒരു വെജിറ്റേറിയൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡാണ്, വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നെങ്കിലും എൻ്റെ ഒരു വെജിറ്റേറിയൻ സ്വഭാവത്തിനെ എങ്ങനെ നിലനിർത്തും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതൊക്കെ എവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ ഇവിടെ നിറച്ചും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏറ്റവും അധികം ഫ്രഷായിട്ട് ഏറ്റവും അധികം ടേസ്റ്റുള്ള വെജിറ്റബിൾസാണ്. നമ്മുടെ നാട്ടിലുള്ള നാടൻ വെജിറ്റബിൾസും ഉണ്ട്. അത് കൂടാതെ ഇതേപോലെ വളരെ കളർഫുള്ളുമാണ്. അതേപോലെ വളരെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾസ് വളരെ ചീപ്പായിട്ടുള്ള വിലയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ മേടിച്ചു. കുറച്ച് സ്ട്രോബെറി, പിന്നെ മഷ്റൂം, ക്യാരറ്റ്, അങ്ങനെ ഇതെല്ലാം മേടിച്ചു. എനിക്ക് ഇതൊക്കെ കഴിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷവും ഇഷ്ടവുമാണ്. എത്ര പേര് വെജിറ്റേറിയൻ എന്നെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ സ്ട്രോബെറിയൊക്കെ കണ്ടോ എന്ന് കരുതി ഞാൻ നാടൻ ഭക്ഷണം മറന്നിട്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ ലാഭം സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ചീരയൊക്കെ ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഞാനിതേപോലെ ചീര മേടിക്കും. എന്നിട്ട് ഇതേപോലെ ചീര ഞാനിങ്ങനെ തോരനോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ചീര തോരൻ വെക്കണം എന്നായിരുന്നു. ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് തേങ്ങയില്ലാത്തതുകൊണ്ടൊരു മെഴുക്ക് വരട്ടി പോലെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ചീരത്തോരനും ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാനുള്ളൊരു സന്തോഷമാണ് പങ്കുവയ്ക്കണമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങളുടെ സ്വന്തം ആരാധന കാദംബരി. താങ്ക് യു സോ മച്ച്.